എല്ലാവർക്കും എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. രാവിലത്തെ റുട്ടീൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം രാവിലെ 10 മണിയായപ്പോഴാണ് കണ്ണ് തുറന്നത്. ഇന്നലെ രാത്രി പള്ളിയിലൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ കിടന്നുറങ്ങിയത് രാത്രി വെളുപ്പിനെ 2 മണിക്ക്. അപ്പോൾ പിന്നെ വെളുപ്പിനെ 2 മണിക്ക് കിടന്നാൽ രാവിലെ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ലേറ്റായിട്ടാണല്ലോ ഉണരുക. അപ്പോൾ ഇന്നെല്ലാം ശടപടയുന്നതാണ്. രാവിലെ ഈ ഏലക്കായ ഇട്ട ചായയൊക്കെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു 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 സാധനം കിട്ടാത്തതുപോലെയാണ്. അതുകൊണ്ട് രാവിലെ ഏലക്കായ ഇട്ട ചായയൊക്കെ ഇന്ന് കുടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കിറ്റിന് നേരത്തെ ആണെങ്കിൽ 5 തെർമസായിരുന്നു, ഇപ്പോൾ 10 തെർമസും. ഈ 10 തെർമസിൻ്റെ സാധനം വാങ്ങിച്ചാൽ ഒരു സാമ്പാറിന് തികയോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് തികയുന്നുമില്ല. നേരത്തെ 5 തെർമസിന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 സാമ്പാർ ഉണ്ടാക്കായിരുന്നു. പിന്നെ ഈ സാമ്പാർ കിറ്റിലാണെങ്കിൽ വേണ്ട ഒരു സാധനമോട്ട് ഇല്ല വനും, വേണ്ടാത്ത കുറേ സാധനം വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും നമ്മൾ ജീവിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. നാളെ എല്ലാം ശരിയാകുമായിരിക്കും. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി, ചായയൊക്കെ ഒന്ന് കുടിച്ച് ചാർജ് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ വെച്ചു, അടുപ്പത്തേക്ക് വെച്ചു. ഇഡ്ഡലി ഇട്ടിരുന്ന് വേകട്ടെ. ഈ സമയം നമ്മുടെ സാമ്പാർ പരിപ്പ് കുതിരാനായിട്ട് വെച്ചത് കുക്കറിലേക്കാക്കി, കട്ടക്കായം, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ആദ്യം ഞാൻ പരിപ്പൊന്ന് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തിട്ട് പിന്നെയാണ് കഷ്ണങ്ങൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വിട്ടുന്ന കുക്കറിൽ വേകട്ടെ. ഈ ഒരു സമയം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിലുണ്ടല്ലോ നല്ലെണ്ണ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയത്. ഇഡ്ഡലി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ മമ്മിക്കാണെങ്കിൽ ഇഡ്ഡലി ഇഷ്ടമല്ല, ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് 2 ദോശയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ദോശയും എല്ലാം സെറ്റായി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള മാവാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി നാളെ ദോശ ചൂടാനായിട്ട്. അപ്പോൾ നമ്മുടെ പരിപ്പും ആ ഒരു സമയം വെന്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഷ്ണത്തിലേക്ക് വേണ്ടിയ ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ ഒരു കുക്കറിൽ ഞാൻ അടുപ്പിച്ചെടുക്കും. അപ്പം ഈ ഒരു സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പുളിവെള്ളത്തിലേക്ക് കുറച്ച് സാമ്പാർ മസാല, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണേ. ഇതാണ് ഞാൻ സാമ്പാറിൽ ഉപയോഗിക്കുന്ന മസാലയെ. ഇനിയും കടുക് പൊട്ടിക്കാനുള്ള പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചെറിയുള്ളിയും 2 വറ്റൽമുളകും ഇട്ടിട്ട് ഈ ഒരു മസാല ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആ ഒരു പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ട് ചൂടായി വരുമ്പം ഈ ഒരു വേവിച്ച ഒരു സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കട്ടക്കായ ഇട്ടിട്ടും സാമ്പാറിന് ഒരു ടേസ്റ്റും ഇല്ലാതെ, അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിക്കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം. പിന്നെ മല്ലിയില ഇട്ടിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും നേരം ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണും വൃത്തിയാക്കി സിങ്കും വൃത്തിയാക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നമ്മൾ അടിപൊളി ഇഡ്ഡലി സാമ്പാറും റെഡി ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ സാമ്പാർ കൂടുതൽ ഒഴിച്ചിട്ട് ഒരു സ്പൂണിനകത്ത് ഇതുപോലെ കഴിക്കണമെന്നാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരു സാമ്പാറിൽ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കോരി കോരി കുടിക്കണം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ.